പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവവചന ധ്യാനവുമായി ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവമിടയാക്കിയ വലിയ കൃപയെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ്റെ വലത്ത് ഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച്, എൻ്റെ നാവ് ആനന്ദിച്ച്, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വചനത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ നാം വായിച്ച ഈ ഭാഗത്ത് പറയുന്നത്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ടുള്ള യാത്രയും നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ടുള്ളതായ ഒരു ദിവസത്തെ നമ്മുടെ ദിനചര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ വേദഭാഗത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത്. കർത്താവിനെ കാണുവാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളൊക്കെ. എന്നാൽ ദൈവവചനം പറയുന്നു, നാം കർത്താവിനെ കണ്ടുകൊണ്ട് ഇന്നത്തെ പകൽ വേളയിൽ നമ്മുടെ യാത്ര ആരംഭിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം കുലുങ്ങാത്ത ഒരു ജീവിതമാണ്. നമ്മെ കുലുക്കി, നമ്മെ ഭാരപ്പെടുത്തി, നമ്മെ തകർത്ത് കളയുവാനായി ശത്രു ഇന്ന് പകൽ വേളയിൽ പല പദ്ധതികൾ ഒരുക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിലൊന്നും നാം കുലുങ്ങാതെയുള്ളൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിനെ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളെ കുലുക്കുവാൻ ശത്രു എത്ര വലിയ പദ്ധതികൾ ഒരുക്കിയാലും ആറ്റരികത്ത് നട്ടിരിക്കുന്നു, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു, ഇലവാടാത്ത വൃക്ഷം പോലെ നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പകൽ വേളയിൽ കുലുങ്ങാത്തൊരു ജീവിതം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. കുലുങ്ങാത്തൊരു ജീവിതം പ്രത്യാശ കൊണ്ട് ദൈവം നിർത്തട്ടെ. അതിനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. രണ്ടാമതിവിടെ പറയുന്നു, സന്തോഷം ലഭിക്കും. സ്തോത്രം. കർത്താവിനെ കണ്ടുകൊണ്ടൊരു യാത്രയിൽ നമുക്കിന്ന് പകൽ വേളയിൽ ലഭിക്കുന്നത് ദുഃഖത്തെ മാറ്റി ദൈവം സന്തോഷം നൽകുകയാണ്. പല വിഷയങ്ങളാൽ നമ്മൾ ഭാരപ്പെടുമ്പോൾ, പലവിധമായ വിഷയത്താൽ നമ്മൾ സങ്കടപ്പെടുമ്പോൾ, ആ സങ്കടങ്ങളെ മാറ്റി ഇന്നത്തെ നമ്മുടെ പകലത്തെ യാത്ര ദൈവം സന്തോഷപൂരിതമാക്കി തീർക്കാൻ പോവുകയാണ്. കർത്താവിനെ കണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മക്കളെ, ഈ വചനം ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സന്തോഷകരമായ ഒരു ജീവിതം ഇന്ന് പകൽ വേളയിൽ ദൈവം നിങ്ങൾക്ക് നൽകും. മൂന്നാമത് പറയുന്നു, നമുക്ക് പ്രത്യാശ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നു, കർത്താവിനെ കണ്ടുകൊണ്ടുള്ള യാത്രയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യാശയാണ്. ഈ ഭൂമിയിൽ നമുക്കൊന്നിനെക്കുറിച്ച് പ്രത്യാശപ്പെടുവാൻ നമുക്കൊന്നുമില്ല. നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ, വ്യക്തികളെക്കുറിച്ചോ, നമ്മുടെ സമ്പത്തിനെക്കുറിച്ചോ, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചോ, നമ്മുടെ ആയുസ്സിനെക്കുറിച്ചോ ഒന്നും നമുക്കൊരു സന്തോഷവും ഒരു പ്രത്യാശയും നൽകുകയില്ല. എന്നാൽ കർത്താവിനെ കണ്ടാൽ സ്വർഗീയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നൽകും. ഈ പകൽവേളയിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണോ? നിങ്ങൾ കർത്താവിനെ കണ്ടുകൊണ്ട് ഒരു യാത്ര നിങ്ങൾ പുറപ്പെടാം. നിങ്ങൾക്ക് ദൈവം കുലുങ്ങാത്തൊരു ജീവിതവും സന്തോഷകരമായ ഒരു അനുഭവവും പ്രത്യാശയുടെ ഒരു ജീവിതവും ഇന്ന് പകൽവേളയിൽ ദൈവം തരാമെന്ന് വാഗ്ദത്തം നൽകുമ്പോൾ കർത്താവിനെ കണ്ടുകൊണ്ട് ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തെയും വ്യക്തിജീവിതത്തെയും നിങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ലഭിപ്പാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് കർത്താവേ, ഇന്ന് മാത്രം എനിക്ക് എൻ്റെ കർത്താവിനെ കണ്ടാൽ മതി. അങ്ങേ കണ്ടുകൊണ്ടുള്ളൊരു ജീവിതം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിലും, എൻ്റെ തൊഴിൽ മേഖലയിലും, എൻ്റെ കുടുംബജീവിതത്തിലും, എല്ലാ മേഖലയിലും കർത്താവെ അങ്ങേ കണ്ടുകൊണ്ട് ഒരു യാത്ര ചെയ്യുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക. നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ദൈവം നൽകും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.